ഹലോ ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല പൊരിച്ച കോഴിയുടെ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് മുളക് തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇത്തിരി സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്കയ്ക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മുളക് എത്താൻ വേണ്ടി നല്ല രീതിയിൽ അതൊന്ന് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് വേണ്ട മസാലകളാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ല രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. അത് ഒരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് വേണ്ടത് 2 തക്കാളിയും 2 പച്ചമുളകും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി നമുക്ക് പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. പിന്നീട് ഞാൻ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഇതിലേക്ക് വേണ്ട ചോറ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ 3/4 കിലോ ആയതുകൊണ്ട് തന്നെ അരിയും അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അരി നന്നായി കഴുകി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് നെയ്ച്ചോറാക്കി വറ്റിച്ചെടുക്കുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3/4 കിലോ റൈസ് വേവിച്ചെടുക്കുകയാണ്. നെയ്യും അതിലേക്ക് വേണ്ട കറുകപ്പട്ട, ഏലക്കായ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഞാനത് വേവിച്ചെടുക്കുകയാണ്. പിന്നീട് നമ്മുടെ മസാലയിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ മസാലയിലൊന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസാല ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ ഈ ഇതിൽ. അപ്പം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ട മല്ലിച്ചപ്പ്, കറിവേപ്പില അങ്ങനെയുള്ള ഇലകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. പിന്നീട് അപ്പോഴേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് 2 ലെയറായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഏറ്റവും മുകളിലായിട്ട് ഞാൻ ചിക്കനും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ പൊരിച്ച ഓയിലും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.